ഹലോ. എന്തായിരുന്നു ഇതില് എവിടാ സംഭവം എവിടാ എന്ത്? റെക്കോർഡിങ്ങിന്റെ മേളില് റെക്കോർഡിംഗ് ഓണാ. ഞാൻ കേറിയപ്പോ തന്നെ റെക്കോർഡിംഗ് ഓണായി. ഓണാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പൊ നീ പോയാ പോവോ ഇത്? നിക്ക് ഞാൻ പോയി നോക്കാം. നോക്കേ. ആ ഇനി ഒന്ന് ഇറങ്ങിയേ. ഈ ഇറങ്ങി നോക്കട്ടെ. യെസ്. ഇതിപ്പോ സ്റ്റോപ്പ് ആക്കേണ്ടി വരും കേട്ടോ. ഈ റെക്കോർഡിംഗ് കട്ട് ചെയ്യേണ്ടി വരുമല്ലോ. ഒരു മിനിറ്റ്. ആ, ഓക്കെ. എനിക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കാൻ പറ്റും. ചേച്ചിക്കും പറ്റുമായിരിക്കുമല്ലോ. ഞാൻ നോക്കട്ടെ. വെയിറ്റ്. ആ ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഉണ്ട്. ഈ ഒരു പോർഷൻ എന്താ ക്രോപ്പ് ചെയ്യേണ്ടി വരും, ട്രിം ചെയ്യേണ്ടി വരും. എന്താ യൂട്യൂബിൽ ഇടുമ്പോൾ, യൂട്യൂബിലാണ് ഇടുന്നെങ്കിൽ. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതില് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ആവുന്നില്ലല്ലോ. ആവുന്നില്ലേ? ഉം. സ്റ്റോപ്പ് ആ റെക്കോർഡിംഗ് ഓക്കെ ഓക്കെ. കൊടുക്കുവാണെങ്കിൽ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ. ഓക്കെ ഫൈൻ ഈ ഫൈൻ. ഓർഗനൈസേഴ്സ് ഗൂഗിൾ ഡ്രൈവിലോട്ടാണ് പോകുന്നത്. അപ്പൊ അത് ഓക്കെ അതിനകത്ത് സെറ്റ്. എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഡ്രൈവിന്റെ ലിങ്ക് ഇടുവാണെങ്കിൽ ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് എടുക്കായിരുന്നു. ഈ ഡ്രൈവിന്റെ ലിങ്ക് സച്ചിൻ ചേട്ടന്റെ കയ്യില്. പുള്ളി അപ്പൊ ഫ്രീ ആവുമെന്തോ. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു വന്ന് ലിങ്ക് തരുമോ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ഗിഫ്റ്റം പറഞ്ഞത് യൂട്യൂബ് ലിങ്ക് ആണെന്നുള്ള രീതിക്കാ. സോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സാധാരണ മിസ്സിനെ വിളിച്ചോ? ഞാൻ വിളിക്കട്ടെ. ഞാൻ പുതിയ മറ്റേ തമ്മനയിലിന്റെ ഇട്ടിട്ടുണ്ടോ നോക്കണേ. അത് മതിയോ നോക്കണേ. റാണ മിസ്സിന്റെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതോടെ ആടാ. ആ സംഭവം എന്ന് വെച്ചാല് ഇന്ന് എനിക്ക് വഴക്ക് കേട്ടു. അതല്ല എന്തുകൊണ്ട് ഞാൻ 24 hours എടുത്തത്. ഏർലി ആയിട്ട് പോസ്റ്റർ റിലീസ് ചെയ്യാൻ തന്നില്ല. എനിക്ക് എന്തായാലും ചുമ്മാ ആയിരിക്കും. എന്തായാലും ഞാൻ പഠിക്കത്തില്ല. ലാസ്റ്റ് നിമിഷം കൊണ്ട് നിനക്ക് ഞാൻ നാളെ പഠിക്കത്തുള്ളൂ. അല്ലേ? ഓ നാളെ. ഏതാ DS? ദിവസമാണ്. ഇനി വൈവ ഇരുന്ന് പഠിക്കണം. വൈവ പഠിച്ചാൽ സത്യം പറഞ്ഞാൽ വൈവയും ഇതും
അൽഗോരിതം അതിന്റെ ഒരു അൽഗോരിതം മനസ്സിലാവണ പിന്നെ പ്രോഗ്രാം ചെയ്താൽ കുഴപ്പമില്ല. പോയി പഠിക്കിച്ചല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ സെഷൻ? മൈക്ക് ഓഫ് ആണ്. കേൾക്കുന്നില്ല മിസ്സേ. മൈക്ക് ഓഫാ. മൈക്ക് ഓഫ്. ആ കേക്കാം. സൺഡേ ആയോണ്ടേ കുട്ടികൾ കുറവായിരുന്നല്ലോ. കുട്ടികളുടെ അവർക്ക് നാളെ പലർക്കും എക്സാം. അതെ. അവരുടെ ഫീഡ്ബാക്ക് എടുക്കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. അത് എല്ലാ സെഷനും കഴിയുമ്പോ ഞാനൊരു പോൾ ഇടും. കഴിഞ്ഞ സെഷൻ ഇന്നലത്തെ 25 പേര് പോളിനെ റെസ്പോണ്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി 25 പേരെങ്കിലും കയറിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ മിസ്സിനെ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയില്ലായിരുന്നു. ആണോ? കുഴപ്പമില്ല. ഞാൻ കേറുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ, അത് കുഴപ്പമില്ല. എത്ര പേര് കേറുന്നുള്ളതല്ല, കേറുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്നുള്ളതാണല്ലോ കാര്യം. എല്ലാരും കേറട്ടെ, കുറച്ചുപേരുടെ ജോയിൻ ചെയ്യട്ടെ. 10 minutes സ്റ്റാർട്ട് ചെയ്തോ മിസ്. ഓക്കെ. അരവിന്ദ് റെക്കോർഡിംഗ് ഉണ്ടല്ലോ അല്ലേ? ഐ തിങ്ക് ഓണോ. ഓക്കെ ബൈ. അവൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ റെക്കോർഡിംഗ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുക, ജോലിയൊക്കെ തീർത്തു. അതായത് കുറെ കാര്യം ചെക്ക് ചെയ്ത് നോക്കിയതാ. അതാ നേരത്തെ കയറി നടക്കുന്നുണ്ടോ, കാരണം ഇന്നലത്തെ സെഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അവൻ ഡെഫ്രസിന് പോയിരുന്നു, അവൻ ഇരിക്കാൻ പറ്റിയില്ല. റെക്കോർഡിംഗ് ഉണ്ടായില്ല. പക്ഷെ എനിക്കൊരു ഒരുപാട് വന്നു റെക്കോർഡിംഗ് ഉണ്ടോന്ന് ചോദിച്ചിട്ട്. ഇന്നലെ ടൈം കോംപ്ലക്സിറ്റി ഒക്കെ എടുത്ത് തീർത്തു അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ. കേട്ടില്ല, ഒന്നും കൂടെ പറയൂ. ഇന്നലെ ടൈം കോംപ്ലക്സിറ്റി, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തോടൊപ്പം മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. അപ്പം മിസ്സിന്റെ മറ്റേ ASIT അവരുടെ നോട്ടാണ് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. നോട്ട്സ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മോൾ അയച്ച ലിങ്കിനകത്തെ എനിക്ക് ബുക്കിന്റെ ലിങ്കാണ്, അതിനകത്ത് അത് ഓപ്പൺ ചെയ്ത്. അത് ഹുഡ എന്ന് പറഞ്ഞിട്ടൊരു മിസ്, പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്നതാണ്. ഹെൽപ്ഫുൾ ആവും പുള്ളിക്കാരിയുടെ ബുക്ക്. അത് പുള്ളിക്കാരി എഴുതിയ ബുക്ക്, ഹുഡാന്റെ ബുക്ക് അല്ലേ? അവര് അത് ഏത് കോളേജ് വർക്ക് ചെയ്യുന്ന? കോളേജ് അറിയില്ല. ഞാൻ ലിറ്ററലി ഈ ഒരു 2 days സെഷന് വേണ്ടിയിട്ട് 20+ ഫാക്കൽറ്റീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവരുടെയും പേര് അറിയാന്നല്ലാണ്ട് കോളേജ് ഏതാന്ന് കൃത്യമായിട്ട് നോക്കിയില്ല. ശരി.
ഇടയ്ക്ക് ഞാനൊന്ന് എക്സിറ്റ് ആയിപ്പോയി. കേൾക്കാലോ അല്ലേ? കേക്കാം കേക്കാം. സ്റ്റാർട്ട് ചെയ്യാനാവുമ്പോ ഒന്ന് പറഞ്ഞത്. 26 നേരത്തെയും 27, 30 ആ റേഞ്ചിലല്ലേ ഉള്ളായിരുന്നു അരവിന്ദ്? കുറച്ചേ ഉള്ളായിരുന്നു. സൺഡേ സാൻഡായിരിക്കും. സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് കാണും. ഈ ലാബ് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അരവിന്ദ് എന്തായി? കളിച്ചെടുത്തെല്ലാം പഠിച്ചു കഴിഞ്ഞു. അവരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മിസ്സിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ വരും കേട്ടോ, വെയിറ്റ് ചെയ്യും.
കേൾക്കാമോ? ഹലോ, കേക്കാം. വെരി സോറി, എന്റെ നെറ്റിന് എന്തോ പ്രശ്നം പറ്റി സിസ്റ്റം ഫുൾ സ്റ്റക്ക് ആയിപ്പോയി. ശരി. ഷെയർ ചെയ്യാമേ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, കാണുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. സ്ക്രീൻ കാണാമോ? കാണാം. കാണാമോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ അറേയുടെ കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ അറേയാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ അറേ വെച്ചിട്ടുള്ള പോളിനോമിയൽ റെപ്രസെന്റേഷനും സ്പാർസ് മെട്രിക്സും ആണ് പറയുന്നത്. അപ്പോൾ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഡാറ്റ സ്ട്രക്ചർ ആണ് അത് സ്റ്റാക്ക്. അതും ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് കേട്ടോ. അറേ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിരുന്നു. സ്റ്റാക്കും ഏതൊക്കെ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്? അറേ ഉണ്ട്, പിന്നെ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. കുറെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അറേ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാക്ക് ആണ്. ശരിയാണ്, BPT തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതായത് നമ്മള് അറേക്കകത്ത് പറഞ്ഞായിരുന്നു എന്താ, അറേ ഇസ് എ ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡേറ്റ എലമെന്റ്സ്. അതേപോലെ തന്നെയാണ് സ്റ്റാക്കും ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡേറ്റ എലമെന്റ്സ് ആണ്. പക്ഷെ സ്റ്റാക്കിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസേർഷനും ഡിലീഷനും ഒരേ ഒരു എൻഡിലൂടെ മാത്രമേ സ്റ്റാക്കിൽ നടക്കത്തുള്ളൂ. അപ്പൊ നമ്മള് സാധാരണ സ്റ്റാക്കിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ എന്താ, ഗ്ലാസ് പ്ലേറ്റ്സ് 1 by 1 ആയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ച് അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിലുള്ള പ്ലേറ്റ് എടുക്കാൻ പറ്റുന്നില്ല, ടോപ്പിലുള്ള പ്ലേറ്റ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ പുതിയൊരു പ്ലേറ്റ് വെക്കണമെങ്കിലും ആ ഗ്ലാസ് പ്ലേറ്റ്സിന്റെ മുകളിലേക്ക് ഒരെണ്ണം എടുത്ത് വെക്കാൻ പറ്റും. അതേപോലെ സ്റ്റാക്ക് ഓഫ് ബുക്സ്, കുറേ ബുക്സിന്റെ ഒരു സ്റ്റാക്ക് ആണെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന സ്റ്റാക്ക് ഓഫ് ബുക്സ്, അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബുക്കിനെ വെക്കാൻ പറ്റുള്ളൂ. വലിയ സ്റ്റാക്കാണ്. അല്ലെങ്കിൽ ചെറിയ സ്റ്റാക്കാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബുക്ക് എടുക്കാം. പക്ഷെ സ്റ്റാക്കിന്റെ കോൺസെപ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ടോപ്പിൽ നിന്ന് മാത്രമേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വലിയ സ്റ്റാക്ക് ഓഫ് ചെയർ, കുറെ ചെയേഴ്സ് ഇങ്ങനെ അടുക്കിയിട്ടേക്കാണ്. ചെയേഴ്സ് അടുക്കിയിട്ടേക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് മാത്രമല്ലേ ചെയർ എടുക്കാൻ പറ്റൂ, അടിയിൽ നിന്ന് ചെയർ എടുക്കാൻ പോയാൽ ഫുള്ളും മറിഞ്ഞു പോകും അല്ലെ. അതേപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഈ ടെന്നീസ് ബോളൊക്കെ വരുന്ന ബോക്സ് കണ്ടിട്ടുണ്ടോ, നീളത്തിലുള്ള ബോക്സ്, അതിനകത്ത് കുറെ ബോൾസ് കാണും. നമുക്ക് മുകളിൽ നിന്നുള്ള ബോൾ എടുത്തതിന് ശേഷം മാത്രമേ അടിയിലുള്ള ബോൾ എടുക്കാൻ പറ്റൂ. അതുപോലെയുള്ള കോൺസെപ്റ്റ് ആണ് സ്റ്റാക്കിൽ പറയാം. ടോപ്പിലായിരിക്കും ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. പിന്നെ സ്റ്റാക്കില് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാക്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നായിട്ട്. അതായത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ആള് ഫസ്റ്റ് എന്താ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലാസ്റ്റ് കയറിയ ആള് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഔട്ട് ആവുക. അതല്ലെങ്കിൽ ഫസ്റ്റ് കയറിയ ആള് ലാസ്റ്റ് ഔട്ട് ആവും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നോ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്നോ അങ്ങനെയും പറയാം. അപ്പൊ അതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പഠിക്കുന്നത് സ്റ്റാക്കിന് ശരിക്കും സ്റ്റാക്കിന് അറേ വെച്ചിട്ടും ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാക്ക് യൂസിങ് അറേ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാക്ക് യൂസിങ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഒരൊറ്റ പോയിന്ററേ ഉള്ളൂ സ്റ്റാക്കിന്, അത് ടോപ്പ്. ഈ ടോപ്പിലേക്കാണ് നമ്മൾ ഇൻസേർഷൻ ചെയ്യുന്നത്, ടോപ്പിൽ നിന്നായിരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദ സ്റ്റാക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കും.
അപ്പൊ സൈസ് നമ്മൾ അറേയുടെ കൂട്ട് തന്നെയാണ്. സ്റ്റാക്കിന്റെ സൈസും വേരി ചെയ്യാൻ പറ്റില്ല. അതെല്ലാം സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സ്. അറേയുടെയും സ്റ്റാക്കിന്റെയും ഒക്കെ സൈസ് വൺസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ സ്റ്റാക്ക് അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡേറ്റയാണ് പറയുന്നത് സ്റ്റാറ്റിക് ഡേറ്റ ടൈപ്സ് എന്ന് പറയും. വൺസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡൈനാമിക് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്റ്റാക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാക്കിനെ ഡൈനാമിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ്. ഇനി സ്റ്റാക്കിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 2 ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്കിൽ മെയിൻ ആയിട്ടുള്ളത്, ഇൻസേർഷനും ഡിലീഷനും. അപ്പൊ സ്റ്റാക്ക് ഓപ്പറേഷൻസിനെ നമ്മൾ പുഷ് എന്നും പോപ്പ് എന്നും 2 നെയിംസിലാണ് അറിയപ്പെടുന്നത്. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഡേറ്റ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക്. അപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതായത് 5നെ നമുക്ക് പുഷ് ചെയ്യണം. അപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് തന്നെ പുഷ് ചെയ്യാൻ പറ്റും. 4 വരെ എലിമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ 4ന്റെ മുകളിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 5നെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പോപ്പ് ചെയ്യുന്നത് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള ഐറ്റം ഏതാണോ ആ ടോപ്പിലുള്ള ഐറ്റത്തിനെ മാത്രമേ എനിക്ക് പോപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 2 ഓപ്പറേഷൻസ് ആണുള്ളത്, പുഷ്, പോപ്പ്. പിന്നെ പീക്ക് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പൊ ഇൻസേർഷനും ഡിലീഷനും എന്താണ്? സ്റ്റാക്കിന്റെ ടോപ്പിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ? അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത് സ്റ്റാക്കിന്റെ അൽഗരിതം എഴുതാനായിരിക്കും. അപ്പൊ പുഷ് ഓപ്പറേഷൻ എങ്ങനെയാണ്, പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണ്, ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അൽഗരിതം ഉൾപ്പെടെ വേണം നിങ്ങൾ എഴുതാൻ. അപ്പൊ പുഷ് അറേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പുതിയ ഐറ്റം, ഡേറ്റ ഐറ്റത്തിനെ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യണം. എന്നിട്ട് സ്റ്റാക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോപ്പ് പൊസിഷനിൽ ആ ഡേറ്റ ഐറ്റം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ സ്റ്റാക്കിൽ ഒരു ഒറ്റ പോയിന്ററേ ഉള്ളൂ, ദാറ്റ് ഈസ് ടോപ്പ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ചെയ്യുന്നത് സ്റ്റാക്കിലേക്ക് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാക്കിൽ ഇനി സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ സ്റ്റാക്കിൽ സ്പേസ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിന്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കും ആദ്യമേ. അപ്പൊ സൈസ് ഓഫ് ദ സ്റ്റാക്ക് മാക്സിമം സൈസ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാക്ക് ഫുൾ ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് എപ്പോഴും സൈസ് -1 സ്റ്റാക്കിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 അപ്പൊ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 0 to സൈസ് -1 ആയിരിക്കണം. അപ്പൊ സൈസ് -1 ടോപ്പ് ഇരിക്കുന്നതെങ്കിൽ എന്താണ്? സ്റ്റാക്ക് ഫുൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ടോപ്പ് സൈസ് -1 ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാക്ക് ഈസ് ഓൾറെഡി ഓവർഫ്ലോഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ടോപ്പ് -1 ആണോ ചെക്ക് ചെയ്യാം. -1 ടോപ്പ് 0th ഇൻഡെക്സിലാണെങ്കിൽ അവിടെ ഒരാളുണ്ട് എന്നല്ലേ അർത്ഥം. അപ്പൊ ടോപ്പ് -1 എന്താണ് അതിന്റെ മീനിങ്? സ്റ്റാക്ക് ഈസ് എംപ്റ്റി. അപ്പൊ ആദ്യം നമുക്ക് ഇൻസേർഷനകത്ത് അല്ലെങ്കിൽ പുഷിനകത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല, ഫുൾ അല്ലെങ്കിൽ നമുക്ക് പുഷ് ചെയ്യാം. ഈ 2 കേസേ ഉള്ളൂ. അപ്പൊ ഫുൾ ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് ടോപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈസ് -1, ടോപ്പ് സൈസ് -1 ഈക്വലോ ഗ്രേറ്ററോ ആണെങ്കിൽ എന്താണ്? സ്റ്റാക്ക് ഫുൾ ആണ്, നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പുഷ് ഈസ് നോട്ട് പോസിബിൾ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാക്കിൽ സ്പേസ് ഉണ്ട്, സൈസിലല്ല, സൈസ് -1 ടോപ്പ് നിൽക്കുന്നതെങ്കിൽ എവിടെയോ സ്പേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പിനെ ഇപ്പൊ ടോപ്പ് എവിടെയാണോ ഇരിക്കുന്നത് അതിനെ 1 മുകളിലേക്ക് നീക്കി വെച്ചിട്ട് ആ ടോപ്പിന്റെ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനിലേക്ക് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പൊ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തിട്ടേ ഐറ്റത്തിനെ പുഷ് ചെയ്യാവൂ. എ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു ഐറ്റം കഴിഞ്ഞിട്ട് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യരുത്. കാരണം എന്താ? നമ്മുടെ ടോപ്പിൽ ഇപ്പൊ ആളിരിപ്പുണ്ടായിരിക്കും. അപ്പൊ ആ ടോപ്പിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് പോയിന്ററിലേക്ക് പോയിന്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ടോപ്പിലേക്ക് ഐറ്റത്തിനെ പുഷ് ചെയ്യാം. അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അപ്പൊ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, സൈസ് -1 ആണോ, ദെൻ സ്റ്റാക്ക് ഈസ് ഫുൾ. ദെൻ അതല്ലെങ്കിൽ എന്താ? ടോപ്പിൽ സ്പേസ് ഉണ്ട്, ടോപ്പ് ഇരിക്കുന്നതിന് മുകളിലേക്ക് സ്പേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് +1 ചെയ്യുക, ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് മുകളിലേക്ക് വെക്കുക, ടോപ്പ് എ ഓഫ് ടോപ്പിലേക്ക് അറേയുടെ ടോപ്പ് ഇൻഡെക്സിലോട്ട് നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ പുഷിന്റെ അൽഗരിതം. മനസ്സിലായോ? ഇതിപ്പോ എക്സാമ്പിൾ കാണിച്ചേക്കുന്നത് നോക്കിക്കേ. ഇത് സ്റ്റാക്ക് ആണ്. ഇനിഷ്യലി സ്റ്റാക്ക് എംപ്റ്റി ആണ്. ആദ്യം സ്റ്റാക്കിലേക്ക് ഒരു ഐറ്റത്തിനെ പുഷ് ചെയ്തു, അടുത്ത ഐറ്റത്തിനെ പുഷ് ചെയ്യും. ഇങ്ങനെ അതായത് നമ്മൾ ഓരോ തവണ ഐറ്റത്തിനെ പുഷ് ചെയ്യുമ്പോഴത്തേനും സ്റ്റാക്കിന്റെ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ പീക്ക് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പീക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പ് ഐറ്റം ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പീക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യുക.
പുഷും പോപ്പും പീക്കും ഉണ്ടെന്ന് ഞാൻ പറയും. പീക്ക് എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഐറ്റം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്തത് പോപ്പ്. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അപ്പം ടോപ്പിൽ ഇരിക്കുന്ന ഐറ്റത്തിനെ റിമൂവ് ചെയ്യാൻ. ഏതാണോ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്നത് ആ ടോപ്പിൽ ഇരിക്കുന്ന ഐറ്റത്തിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ സ്റ്റാക്കിനകത്തുനിന്ന് ഒരു ഐറ്റത്തിനെ പോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ എന്ത് ചെക്ക് ചെയ്യണം? സ്റ്റാക്കിനകത്ത് പോപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ? എലമെന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാക്കിന് പോപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ അതാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ടോപ്പ് ലെസ് ദാൻ 0, അതായത് ടോപ്പ് -1 ആണ്, ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ആണോ ചെക്ക് ചെയ്താലും മതി. 0യേക്കാളും ചെറുതാണെന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആയിരിക്കുമല്ലോ. ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാക്ക് എം ടി ആവുന്ന കണ്ടീഷൻ ചോദിച്ചാൽ എന്താ പറയുന്നത്? ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ഓർ ടോപ്പ് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ഇസ് എം ടി. നമുക്ക് ഡിലീഷൻ നോട്ട് പോസിബിൾ, അല്ലെങ്കിൽ പോപ്പ് ഇസ് നോട്ട് പോസിബിൾ. ഇനി ടോപ്പ് -1 അല്ലെങ്കിൽ ടോപ്പ് 0യേക്കാളും ചെറിയ വാല്യൂവിലല്ല ഇരിക്കുന്നത്. അപ്പൊ ടോപ്പ് 0 മുതലുള്ള വേറെ ഏതോ ഒരു ഇൻഡെക്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐറ്റത്തിനെ പോപ്പ് ചെയ്യാം. അപ്പം ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ്. എ ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ അറേയുടെ ടോപ്പ് ഇൻഡെക്സിൽ ഇരിക്കുന്ന ആളാണോ അതായിരിക്കും ഐറ്റം, പോപ്പ് ചെയ്യുന്ന ഐറ്റം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടോപ്പ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. ടോപ്പ് ഇപ്പൊ ഇരുന്നത് എവിടെയാണോ അവിടുന്ന് ഒന്ന് താഴോട്ട് മാറും. ടോപ്പ് സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരുന്ന ആള് പോയി കഴിയുമ്പോൾ അതിന്റെ താഴത്തെ ഇൻഡെക്സിലേക്ക് ടോപ്പ് ഡിക്രിമെന്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതാണ് പോപ്പ്. ഓക്കെ, അപ്പൊ പുഷും പോപ്പും മനസ്സിലായല്ലോ. പുഷ് എന്ന് പറഞ്ഞാല് സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് ഒരു ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാക്ക് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം, ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് പുഷ് ചെയ്യാം. പോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? എ ഓഫ് ടോപ്പിൽ ഇരിക്കുന്നത് ആരാണോ അതിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ ആദ്യം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോ പുഷ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ടോപ്പ് ഇസ് ഈക്വൽ ടു സൈസ് -1 ആണോ നോക്കിയാൽ മതി. ടോട്ടൽ സൈസിന്റെ അവിടെയാണോ ടോപ്പ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് എന്താ ഇൻസേർഷൻ പോസിബിൾ അല്ല. സെക്കൻഡ് വൺ പോപ്പ് സ്റ്റാക്ക് എം ടി ആണോ അല്ലെങ്കിൽ അണ്ടർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ഓർ ടോപ്പ് ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പുഷും പോപ്പും ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇനി സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ്. അതായത് ഇപ്പൊ നമ്മുടെ സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ് എന്താണ്? സ്റ്റാക്കിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, ഇനി എത്ര സ്പേസ് ബാക്കിയുണ്ട് എന്നൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള അൽഗോരിതമാണ് ഇനി എഴുതി വെച്ചേക്കുന്നത്. അതായത് സ്റ്റാക്ക് എം ടി ആണോ, സ്റ്റാക്ക് ഫുൾ ആണോ, അതോ സ്റ്റാക്കിൽ എലമെന്റ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് ഇൻഡെക്സ് വരെയാണ് എലമെന്റ് ഇരിക്കുന്നത്, ഇനി ബാക്കി എത്ര സ്പേസ് ഉണ്ട് ഇൻസേർട്ട് ചെയ്യാൻ, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാക്കിന്റെ സ്റ്റാറ്റസിനകത്ത് പറയുന്നത്. അപ്പൊ ആദ്യം എന്തായിരിക്കും ചെക്ക് ചെയ്യേണ്ടത്? സ്റ്റാക്ക് എം ടി ആണോ ഫുൾ ആണോ നോക്കണം. ഫസ്റ്റ് കേസ് ടോപ്പ് ലെസ് ദാൻ 0 ആണോ? ടോപ്പ് ലെസ് ദാൻ 0 ആണെങ്കിൽ, അതായത് ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താണ്? സ്റ്റാക്ക് ഇസ് ടോപ്പ് ലെസ് ദാൻ 0 ആണ്, സ്റ്റാക്ക് ഇസ് എം ടി. അല്ലെങ്കിൽ ടോപ്പ് ഗ്രേറ്റർ ദാൻ സൈസ് -1 ആണോ നോക്കുക. അതായത് ടോപ്പ് മാക്സിമം സൈസിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണ്. അത് രണ്ടാമത്തെ സ്റ്റാറ്റസ്. ഇനി അത് രണ്ടുമല്ല, എം ടിയും അല്ല ഫുള്ളും അല്ല, കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എലമെന്റ്സ് എത്ര ഉണ്ടെങ്കിൽ ടോപ്പ് ഓഫ് ദ എലമെന്റ് ഏതാണെന്ന് പ്രിന്റ് ചെയ്യാം. അതൊരു കേസ്. പിന്നെ ഉള്ളത് ഇനി എത്ര ഫ്രീ സ്പേസ് ഉണ്ട്, ടോപ്പ് ഇരിക്കുന്നത് ഏത് ഇൻഡെക്സിലാണെന്ന് കാണിക്കും. പിന്നെ ഇനി ബാക്കി എത്ര സ്പേസ് ഉണ്ട്. അപ്പൊ ആ ബാക്കി എത്ര സ്പേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. ഫ്രീ സ്പേസ് എത്ര, നമുക്ക് ഇനി എത്ര എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാം. അപ്പൊ സൈസ് -1 മൈനസ് ടോപ്പ് ഡിവൈഡഡ് ബൈ സൈസ് ഇൻറ്റു 100. അപ്പൊ അതാണ് ബാക്കിയുള്ള ഫ്രീ സ്പേസിന്റെ അളവ്. അതായത് ഇപ്പൊ സൈസ് 5 ആയിരുന്നു, എന്റെ സ്റ്റാക്കിന്റെ സൈസ് 5 ആയിരുന്നു. അപ്പോ എനിക്ക് 5 എലമെന്റ്സ് ഉള്ള സ്റ്റാക്കാണ്, 5 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാക്കാണ്. പക്ഷെ കറന്റ് ടോപ്പ് ഇസ് ഇൻ 2ലാണെങ്കിൽ 0 1 2 ആണല്ലോ. അപ്പൊ 5 - 1 - 2 അപ്പൊ എത്ര? 4 - 2 4 - 2 is 2. ബാക്കി ഇനി എത്ര സ്പേസ് ഉണ്ട്? അതായത് 0 1 2 2th ഇൻഡെക്സ് വരെ ആളുണ്ട്, ഇനി 2 സ്പേസ് കൂടെ ബാക്കിയുണ്ട് എന്ന് കാണിക്കുക. അതായത് ഇനി എത്ര ഫ്രീ സ്പേസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയേക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാണിക്കും? സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റാക്കിനകത്ത് സ്റ്റാക്ക് ഫുൾ ആണോ, സ്റ്റാക്ക് എം ടി ആണോ, പിന്നെ അതേപോലെ ടോപ്പ് എലമെന്റ് ഏതാണ്, സ്റ്റാക്കിനകത്ത് ഇനി എത്ര ഫ്രീ സ്പേസ് ഉണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാക്കിന്റെ സ്റ്റാറ്റസിനകത്ത് കാണിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ?
ഇനി സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷനാ പറയാനുള്ളത്. അപ്പൊ സ്റ്റാക്കിനകത്ത് ആകെ ചോദിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞു. സ്റ്റാക്ക് വൈവ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്റ്റാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാം. അപ്പൊ ലിഫോ അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയാം. പിന്നെ എന്താ സ്റ്റാക്കിന്റെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വേണേൽ ചോദിക്കാം. പുഷ്, പോപ്പ്, പീക്ക് 3 ഓപ്പറേഷൻ ഉണ്ട്. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക, ടോപ്പിലേക്ക് ഒരാളെ ഐറ്റത്തിനെ പുഷ് ചെയ്യുക. പോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് ഒരു ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യുക. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ടോപ്പ് ഐറ്റം ഏതാണോ അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഫംഗ്ഷനാണ് പീക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും, അല്ലാതെ സ്റ്റാക്കിനെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പം പുഷും പോപ്പും പീക്കും ആണ് മെയിൻ ഓപ്പറേഷൻസ്. ഓക്കെ, ഇനിയുള്ളത് എന്താണ്, സ്റ്റാക്കിന്റെ അൽഗരിതം ചോദിക്കാം. അപ്പൊ പുഷ് അൽഗരിതം എങ്ങനെയാണ്, പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അപ്പൊ പുഷ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് നോക്കണം, സ്റ്റാക്ക് ഫുൾ ആണോ അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ കണ്ടീഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്, ടോപ്പ് ഇസ് ഈക്വൽ ടു മാക്സിമം സൈസ് -1 ആണെങ്കിൽ സ്റ്റാക്ക് ഇസ് ഫുൾ. നമുക്ക് ഇനി ഐറ്റത്തിനെ വെക്കാൻ പറ്റുമോ? ഇനി സ്റ്റാക്ക് നിന്ന് പോപ്പ് ചെയ്യുന്നതിന് മുന്നേ പോപ്പ് ചെയ്യാൻ എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അണ്ടർഫ്ലോ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പിന്നെ പോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, സ്റ്റാക്കിന്റെ ടോപ്പ് <0 എന്ന് പറയുന്ന പൊസിഷനിലാണോ അല്ലെങ്കിൽ ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. -1 ആണെങ്കിൽ ഇനി അതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല പോപ്പ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ്സിനെ പോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതല്ലാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യാം, എലമെന്റ്സ് ടോപ്പിലുണ്ടെങ്കിൽ നമ്മൾ പോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയുമാണ് സ്റ്റാക്കിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ സ്റ്റാക്കിന്റെ അൽഗരിതം ചോദിക്കാം, സ്റ്റാക്ക് യൂസിങ് അറേയുടെ അൽഗരിതം, പുഷും പോപ്പും കാണിച്ചു കൊടുക്കുക. ഇനി സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റാക്ക് കാണിക്കാൻ ഞാൻ പറഞ്ഞ ആ അൽഗരിതം, വളരെ ചെറിയ അൽഗരിതം അല്ലേ, അതും കൂടെ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാക്ക് ക്ലിയർ ആണല്ലോ. ഇനി സ്റ്റാക്കിന് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് സ്റ്റാക്കിന്. സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതും വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്? അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് സ്റ്റാക്ക് സ്ട്രിംഗ് റിവേഴ്സലിന് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് സ്ട്രിംഗ് റിവേഴ്സലിന് യൂസ് ചെയ്യുന്നത്, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. സ്ട്രിംഗ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സ്റ്റാക്കിലേക്ക് ഒരു വേർഡിനെ ഇൻസേർട്ട് ചെയ്താൽ ഞാൻ അതിനെ, അതായത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനെ റിവേഴ്സൽ ഫോമിലല്ലേ പോപ്പ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ സ്ട്രിംഗ് റിവേഴ്സലിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റാക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്കിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇവാലുവേഷൻ ഓഫ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അപ്പോൾ എക്സ്പ്രഷൻ കൺവേർഷൻ അതിനകത്ത് വരും, എക്സ്പ്രഷൻ ഇവാലുവേഷൻ വരും, ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ, ഇൻഫിക്സ് ടു പ്രീഫിക്സ് കൺവേർഷൻ, പിന്നെ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ, പിന്നെ പോസ്റ്റ് ഫിക്സിനെ തിരിച്ച് ഇൻഫിക്സ് ആക്കുന്ന, അങ്ങനെ ഒരു എല്ലാ കൺവേർഷൻസും നമുക്ക് ഈ സ്റ്റാക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡ് മാനേജ്മെന്റ്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മെമ്മറിയുടെ കോൺസെപ്റ്റ് ആണ്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുവാണെങ്കിൽ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ കോളൊക്കെ ചെയ്യത്തില്ലേ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ സ്റ്റാക്കിന്റെ പ്രോഗ്രാം ചെയ്തു, അപ്പൊ ഞാൻ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും ഓരോ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പുഷ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ റെക്കോർഡ് നമ്മുടെ മെമ്മറിയിൽ പോയി സ്റ്റോർ ആവും. അപ്പൊ പുഷിനകത്ത് ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സാധനം ആക്ടിവേഷൻ. അപ്പൊ ഞാൻ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് മെമ്മറി കൊണ്ട് വെക്കുക. ഇനി അതിനെ എടുത്ത് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ. അപ്പൊ നമ്മൾ എന്താ ഫംഗ്ഷൻ കോൾ കഴിയുമ്പോൾ അതിന് ആക്ടിവേഷൻ റെക്കോർഡ് പുറത്തെടുത്ത് കളയും. അതും സ്റ്റാക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് മെമ്മറിക്ക് അകത്ത് സ്റ്റാക്ക് ഉണ്ടല്ലോ, നമ്മുടെ മെമ്മറിയുടെ കോൺസെപ്റ്റില് സ്റ്റാക്കും ഹീപ്പും ഒക്കെ ഉണ്ട്. ആ സ്റ്റാക്കിലേക്ക് ഈ ആക്ടിവേഷൻ റെക്കോർഡിനെ പുഷ് ചെയ്യും നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ. എന്നിട്ട് ആ ഫംഗ്ഷന്റെ യൂസ് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ എപ്പോഴാണോ റിട്ടേൺ ചെയ്യുന്നത് അന്നേരം സ്റ്റാക്കിൽ നിന്ന് അതിനെ പോപ്പ് ഔട്ട് ചെയ്യും. ആ സ്റ്റാക്ക് എന്ന് പറയുന്നത് മെമ്മറിയുടെ സ്റ്റാക്ക് ആണ്. അപ്പൊ മെമ്മറിയുടെ കോൺസെപ്റ്റിലാണ് എന്ത് വരുന്നത്, ഈ ആക്ടിവേഷൻ റെക്കോർഡ് മാനേജ്മെന്റ് വരുന്നത്. അപ്പൊ അതിനും നമ്മുടെ സ്റ്റാക്കിന്റെ വർക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്പിൾ സ്റ്റാക്ക്, അത് നമ്മൾ ഇനി പഠിക്കും. അതായത് മൾട്ടിപ്പിൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്റ്റാക്കുകളെ ഒരു സിംഗിൾ അറേയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ സ്റ്റാക്ക്, അത് നമ്മൾ പഠിക്കും. ദെൻ ടവർ ഓഫ് ഹാനോയ്, അതൊരു ആൽഗരിതം ആണ്. അതൊരു ആൽഗരിതം എന്ന് പറഞ്ഞാൽ
നിങ്ങൾ നോക്കിയാൽ മതി എന്തുവാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് 3 റോഡ് ഉണ്ട്. ആ റോഡിനകത്ത് 3 സ്റ്റാക്ക് കാണും. സ്റ്റാക്ക് അല്ല, 3 റോഡുകൾ കാണും. ആ റോഡിനകത്ത് എന്താ റിങ് പോലെയുള്ള 3 സാധനങ്ങൾ, അത് 3 റിങ്. അപ്പൊ ആ 3 റിങ്ങില് ഏറ്റവും വലിയ റിങ് താഴെ, അതിന്റെ ചെറിയ റിങ് അതിന്റെ മേളിൽ, അതിന്റെ മേളിൽ അതിന്റെ ചെറിയ റിങ്, അങ്ങനെയാണ് വെക്കുക. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ടൈമില് നമുക്ക് ഒരു റിങ്ങിന് മേളിൽ അതിന്റെ ടോപ്പിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സമയത്ത് ഒരു റിങ്ങിനെ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 1-2 കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. നിങ്ങൾ അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ട്. അത് പഠിക്കുമ്പോൾ പഠിക്കും, അത് വിശദമായിട്ട് പഠിക്കും. അപ്പൊ ടവർ ഓഫ് ഹാനോയ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 3 റോഡുണ്ട്. ഒരെണ്ണം ഓക്സിലറി റോഡും ഒരെണ്ണം ഫൈനൽ റോഡും. അപ്പൊ നമ്മുടെ ഇപ്പം 3 റിങ് ഇരിക്കുന്ന റോഡിൽ നിന്ന് ഈ ഫൈനൽ റോഡിലേക്ക് ഈ റോഡിനെ ഈ റിങ്ങുകളെ എടുത്ത് വെക്കണം. അപ്പൊ ഇടയ്ക്കൊരു ഓക്സിലറി റോഡിലേക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കാം, എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഫൈനൽ റോഡില് വലുത് താഴെ ചെറുത് മേളിൽ അങ്ങനെ വരാൻ പാടുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈം ഒരാളെ എടുക്കാൻ പാടുള്ളൂ, അത് മേളിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. പിന്നെ വലുതിന്റെ മേളിലെ ചെറുത് വരാവും, ചെറുതിന്റെ മേളിൽ വലുത് വരാൻ പാടില്ല. അങ്ങനെ കുറെ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അൽഗോരിതമാണ്. അപ്പൊ അതും ഈ സ്റ്റാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലാണ് നടക്കുന്നത്. അപ്പോൾ കുറെ ആപ്ലിക്കേഷൻസ് ഞാനിപ്പോ പറയും. സ്ട്രിംഗ് റിവേഴ്സൽ മെയിൻ ആയിട്ട് പറയാം. പിന്നെ വെബ് ബ്രൗസേഴ്സിലെ നാവിഗേഷൻ, അതെല്ലാം സ്റ്റാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുന്നത് സ്ട്രിംഗ് റിവേഴ്സലും അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേഷനും. അപ്പൊ ഇൻഫിക്സ് എക്സ്പ്രഷൻ, പ്രീഫിക്സ് എക്സ്പ്രഷൻ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, ഇതെല്ലാവർക്കും അറിയത്തില്ലേ? എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ 3 ടൈപ്പ് എക്സ്പ്രഷൻസ് ആണുള്ളത്: ഇൻഫിക്സ്, പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ്. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇൻഫിക്സ് എന്താണ്, പ്രീഫിക്സ് എന്താണ്, പോസ്റ്റ് ഫിക്സ് എന്താണെന്ന്? ഇൻഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തുവാ പറ? ഓപ്പറേറ്റീവ് ഓപ്പറാൻസിന്റെ ഇടയിൽ, അതായത് A+B, ഇതാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഇതിന്റെ പ്രീഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ, അതായത് ഓപ്പറേഷൻ ഇനി ഫ്രണ്ടിൽ വരും, പ്രീഫിക്സ് ആവും, പ്രീ ചെയ്യും, അതായത് A-Bക്ക് മുന്നിൽ വരും പ്ലസ് AB. പോസ്റ്റ് ഫിക്സ് എന്ന് പറയുമ്പോൾ AB കഴിഞ്ഞിട്ട് പ്ലസ്. അതാണ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർട്ട്. ഇപ്പൊ A+B എന്നുണ്ടെങ്കിൽ ഞാൻ AB പ്ലസ് ആക്കി, അത് പോസ്റ്റ് ഫിക്സ് ആയി, പ്ലസ് AB എന്നാക്കി, അത് പ്രീഫിക്സ് ആയി. അപ്പൊ ഈ രീതിയിൽ എക്സ്പ്രഷനെ കൺവേർട്ട് ചെയ്ത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റാക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഇൻഫിക്സ് ആൻഡ് പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് ഈ കോൺസെപ്റ്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പം ആ കൺവേർഷനിലേക്കാ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറെ സെഷൻ ഉണ്ടെന്ന് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ്. ഞാൻ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് മാത്രം കാണിച്ചു തരാം. അപ്പൊ ഈ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മുടെ മെമ്മറിക്കകത്ത് ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആണ്, അല്ലെങ്കിൽ ഹ്യൂമന് മനസ്സിലാവുന്നത് ഇൻഫിക്സ് തന്നെയല്ലേ. പക്ഷെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ഇൻഫിക്സ് അല്ല. കാരണം ഓരോ തവണയും പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് പോകുന്നതിനേക്കാളും കമ്പ്യൂട്ടറിന് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സിസ്റ്റം സ്കാൻ ചെയ്യുന്നത്. അതറിയാലോ, കമ്പ്യൂട്ടർ എപ്പോഴും എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ് ആണ്. പിന്നെ ഓരോ എക്സ്പ്രഷനകത്തുള്ള ഓരോ ഓപ്പറേഷൻസ് നമ്മൾ ഓപ്പറേഷന്റെ പ്രസിഡൻസും അസോസിയേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് സിസ്റ്റം. അപ്പൊ സിസ്റ്റം എങ്ങനെയാ സ്കാൻ ചെയ്യുക? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും സ്കാൻ ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഓപ്പറേറ്ററിന്റെ ഇൻ ബിറ്റ്വീൻ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ ഓപ്പറാൻസിന്റെ ഇൻ ബിറ്റ്വീൻ ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ സിസ്റ്റത്തിന് ഡിസ്റ്റർബൻസ്, ടൈം ഒരുപാട് എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സിസ്റ്റത്തില് ഇൻഫിക്സിനേക്കാളും പോസ്റ്റ് ഫിക്സ് പ്രിഫർ ചെയ്യും. അപ്പൊ ഇൻഫിക്സിനെ നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും ആരെയാണ് യൂസ് ചെയ്യുന്നത്? ഈ സ്റ്റാക്കിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ? അത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇനി സെഷൻസ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റം എങ്ങനെയാണോ റീഡ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യും. ഓക്കെ, പാരാന്തസിസ് ഉണ്ടെങ്കിൽ പാരാന്തസൈസ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്യും. എന്നിട്ട് ഓരോ എക്സ്പ്രഷനെയും കൺവേർട്ട് ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് പ്രസിഡൻസ് നോക്കാം. പ്രസിഡൻസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് പ്രസിഡൻസ് നോക്കാം. ഓർഡർ ഓഫ് പ്രസിഡൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് ആണ്. ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസിലെ ഏറ്റവും ഹയർ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ഹയർ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ കാണിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അതൊക്കെ ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓപ്പറേഷൻ ആദ്യം ചെയ്യുക.
പിന്നെ എക്സ്പൊണൻഷിയേഷൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം പ്രസിഡൻസ് ആണ്. അതേപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതിന് രണ്ടിനും സെയിം പ്രസിഡൻസ് ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കഴിഞ്ഞിട്ടാണ് പ്ലസിനും മൈനസിനും പ്രസിഡൻസ് വരാം. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റിയുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാല് അപ്പൊ ആദ്യം ഞാൻ ബി പ്ലസ് സി ചെയ്തിട്ട് എയുമായിട്ട് ആഡ് ചെയ്യുവല്ല ചെയ്യേണ്ടത്. രണ്ട് പ്ലസ് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അസോസിയേറ്റിവിറ്റി നോക്കും. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എയും ബിയും ആദ്യം കിടക്കുന്ന പ്ലസ് ആദ്യം ചെയ്യണം. അപ്പൊ എ പ്ലസ് ബി ഫസ്റ്റ് ചെയ്യണം. അതാണ് ബ്രാക്കറ്റ് ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എ പ്ലസ് ബി ഫസ്റ്റ് ചെയ്യുക, ദെൻ സി അതിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എ മൈനസും പ്ലസും ആണെങ്കിൽ ഇപ്പൊ എ പ്ലസ് ബി മൈനസ് സി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എയും ബിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ആ റിസൾട്ടിൽ നിന്ന് സി മൈനസ് സി ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അസോസിയേറ്റിവിറ്റി നോക്കി തന്നെ ചെയ്യണം. അതാണ് ഇവിടെ നമ്മള് ഓപ്പറേറ്റേഴ്സ്, പാരാന്തസിസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ്, എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, ഇനിയിപ്പോ ദാ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ. എ പ്ലസ് ബി. എ പ്ലസ് ബിനെ ഞാൻ എങ്ങനെയാണ് പോസ്റ്റ്-ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. എയുടെയും ബിയുടെയും ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന ഓപ്പറേറ്ററിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അതായത് എ പ്ലസ് ബി എന്നുള്ളത് എ ബി പ്ലസ് എന്നാക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 12 പ്ലസ് 60 മൈനസ് 23. അപ്പൊ ഇവിടെ ഒരേ പ്രസിഡൻസ് ഉള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റ് ചെയ്യണം. അതായത് 60യും 12ഉം കൂടെ ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 23 മൈനസ് ചെയ്യുക. ആ രീതിയിലാക്കണം. അപ്പൊ 12ഉം 60യും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. എത്ര കിട്ടും? 72 കിട്ടും. അതിനുശേഷം 23 വരും. 23 വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോ ഈ 72ൽ നിന്ന് 23 മൈനസ് ചെയ്യും. അപ്പൊ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, എ പ്ലസ് ബി അത് ബ്രാക്കറ്റിനുള്ളിലാണ്, ഇൻറ്റു സി മൈനസ് ഡി അതും ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പൊ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, എ ബി പ്ലസ് ആക്കും, പിന്നെ സി ഡി മൈനസ് ആക്കും, എന്നിട്ട് ഈ രണ്ടുപേരോടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യുക, അതിനുശേഷം കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ കുറെ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇൻഫിക്സിൽ നിന്ന് പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അതിന്റെ ഒരു അൽഗരിതാണ് ഈ കൊടുത്തേക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് അൽഗരിതമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, സ്കാൻ ദ ഇൻപുട്ട് സ്ട്രിംഗ്. അതായത് ഇൻപുട്ട് നൊട്ടേഷനെ ഇൻഫിക്സ് നൊട്ടേഷനെ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യാം. അപ്പൊ ഒരു തവണ സ്കാൻ ചെയ്ത് നോക്കുക. അപ്പൊ സ്കാൻ ചെയ്യുന്ന ഓരോ സിമ്പലും ഓപ്പറാൻഡ് ആണോ ഓപ്പറേറ്റർ ആണോ എന്നാണ് നോക്കുന്നത്. ഓപ്പറാൻഡ് ആണെങ്കിൽ, ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ABCDയോ നമ്പേഴ്സോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ഓപ്പറാൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യും, പോസ്റ്റ് ഫിക്സ് സ്ട്രിംഗിലേക്ക് ആഡ് ചെയ്യും. ഇനി അതല്ല ഓപ്പറേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിന്റെ കണ്ടീഷൻസ് ആണ് ഇനി പറഞ്ഞേക്കുന്നത്. പോപ്പ് ആൻഡ് അപ്പൻഡ് ടു ദ പോസ്റ്റ് ഫിക്സ് സ്ട്രിംഗ് എവറി ഓപ്പറേറ്റർ ഓൺ ദ സ്റ്റാക്ക്. അതായത് നമ്മൾ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. എന്നിട്ട് സ്റ്റാക്കിൽ നിന്ന് അതിനെ എടുത്ത് ഓരോരുത്തരെ എന്ത് ചെയ്യണം, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതണം. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? ഓക്കെ, അതിന്റെ ഫസ്റ്റ് കേസ് ഈസ് അബൌട്ട് ദ മോസ്റ്റ് റീസെന്റ് സ്കാൻഡ് ലെഫ്റ്റ് parenthesis and has precedence higher than or is a right associative operator of equal precedence to that of the new operator symbol. Push that operator to the stack. Push new operator to the stack. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാത്തില്ല, അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കും, a minus b divided by c raised to d star e. അപ്പൊ ഈ ഇൻഫിക്സ് എക്സ്പ്രഷനെ എനിക്ക് എന്താക്കി മാറ്റണം, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആക്കി ഔട്ട്പുട്ട് ചെയ്യണം. അപ്പൊ ഔട്ട്പുട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നറിയോ, ഒരു സ്റ്റാക്ക് എടുക്കും. സ്റ്റാക്കിന്റെ ടോപ്പ്, ഇപ്പൊ സ്റ്റാക്ക് ഇനിഷ്യലി സ്റ്റാക്ക് എംപ്റ്റി ആണ്, ഇവിടെ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനും ഉണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ഒരു ഇൻപുട്ട് ഇൻഫിക്സ് എക്സ്പ്രഷൻ ഉണ്ട്, എനിക്കൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എഴുതാനുള്ള ഒരു അറേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റാക്കും ഉണ്ട്. ഇനീഷ്യലി സ്റ്റാക്ക് ഈസ് എംപ്റ്റി, അതായത് ടോപ്പ് ഇപ്പം 0യ്ക്കും താഴെയുള്ള ഒരു ഇൻഡെക്സിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിക്സിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ ഓപ്പറേറ്റർ ആരാണ്, എ ആണ് ഫസ്റ്റ് ഓപ്പറാൻഡ്. ഫസ്റ്റ് ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ പോസ്റ്റ് ഫിക്സിലേക്ക് എഴുതും.
എനിക്ക് സ്റ്റാക്കിലേക്ക് വെക്കണ്ട എന്നല്ലേ പറഞ്ഞേ. ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ്-ഫിക്സിലേക്ക് എടുത്ത് വെക്കും. അടുത്തത് ഒരു ഓപ്പറേറ്റർ ആണ് വന്നത്. ഓപ്പറേറ്റർ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഞാൻ സ്റ്റാക്കിലേക്ക് വെക്കും, എക്സ്പ്രഷനിൽ എഴുതണ്ട. ദെൻ എനിക്ക് വേണ്ടത് ബി വന്നത്, ബിനെ ഞാൻ എന്ത് ചെയ്യണം, പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതണം. അടുത്തത് വന്നത് ഒരു ഡിവിഷൻ ഓപ്പറേഷനാണ്. ഡിവിഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു ഓപ്പറേഷൻ സ്റ്റാക്കിനകത്ത് ഇരിക്കുമ്പോൾ ഞാൻ പുതിയൊരു ഓപ്പറേഷനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. അന്നേരം നമുക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മൈനസ് ഇപ്പൊ ഓൾറെഡി സ്റ്റാക്കിനകത്തുണ്ട്. ഇനി നോക്കുക, എനിക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത് ഡിവിഷൻ ആണ്. അപ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്ക് ഇപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ആളിനേക്കാളും ലീസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രസിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മേളിൽ വെക്കാം. എന്നെക്കാളും പ്രസിഡൻസ് കൂടിയ ആളാണ് അകത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് അയാളുടെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. അയാളെ പോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ എടുത്ത് വെക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പൊ മൈനസ് എന്ന് പറയുന്നത് ഡിവിഷനേക്കാളും ലീസ്റ്റ് പ്രസിഡൻസ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ചെറിയ ആളിന്റെ മേളിൽ വലിയ ആൾക്ക് ഇരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ഈ മൈനസിന്റെ മേളിൽ ആരെ എടുത്ത് വെക്കും, ഡിവിഷനെ എടുത്ത് വെക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. അടുത്ത ആളാരാണ്, സീനെ ഞാൻ എവിടെ വെച്ചു, പോസ്റ്റ്-ഫിക്സിലേക്ക് വെച്ചു. അപ്പൊ ABC ഉണ്ട് ഇപ്പൊ പോസ്റ്റ്-ഫിക്സിൽ. ഇനി അടുത്ത വരുന്നത് ആരാണ്, ഒരു എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേഷൻ. അപ്പോഴും നോക്കുക, എന്റെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്നത് ഒരു ഡിവിഷൻ ആണ്. അപ്പൊ ഏറ്റവും ഹയർ പ്രസിഡൻസ് ഉള്ള ആൾ ആരാണ്, ഈ എക്സ്പൊണൻഷിയേഷൻ. അപ്പൊ എനിക്ക് ആരുടെ മുകളിലും ഇരിക്കാം. അപ്പൊ ആരൊക്കെ സ്റ്റാക്കിലുണ്ടെങ്കിലും ഇയാൾ കയറി അകത്തിരിക്കും. ഓക്കെ, അപ്പൊ അയാൾ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ ഇനി ആരാ വന്നേ, ഡി എന്ത് ചെയ്യും, വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ പോസ്റ്റ്-ഫിക്സിലേക്ക് എഴുതും. ഓക്കെ, അടുത്തത് ആരാ വരുന്നേ, സ്റ്റാർ. ഇവിടെയാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. അതായത് സ്റ്റാർ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാറിനേക്കാളും പ്രസിഡൻസ് ഉള്ള ആള് ടോപ്പിൽ ഇരിക്കും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ടോപ്പിൽ ഇരിക്കുന്ന ആളിനെ പോപ്പ് ചെയ്ത് പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതണം. എന്നിട്ടേ ഇയാളെ എടുത്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ടോപ്പ് സ്റ്റാക്കില് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആളിനേക്കാളും കൂടുതൽ പ്രസിഡൻസ് ഉള്ള ആളാണ് ഇരിക്കുന്നത്. വലിയ ആളിന്റെ മേളിൽ ചെറിയ ആളിരിക്കുന്നത് ശരിയാണോ, അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വലിയ ആളിനെ എടുത്ത് എക്സ്പ്രഷനിലേക്ക് എഴുതാം, പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതി. വീണ്ടും നോക്കുക, സ്റ്റാറിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോ നോക്കുമ്പോഴും സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആരാണ്, ഡിവിഷനാ. അപ്പൊ ഈക്വൽ പ്രസിഡൻസ് ആ വന്നത്. സ്റ്റാറിനും ഡിവിഷനും ഈക്വൽ പ്രസിഡൻസ് ആണ്. ഈക്വൽ പ്രസിഡൻസ് ഉള്ളവരാരും ഒന്നിച്ചിരിക്കാനും പാടില്ല. അങ്ങനത്തെ കേസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിവിഷനെ അങ്ങ് പോപ്പ് ചെയ്യും, എന്നിട്ട് എക്സ്പ്രഷനിലേക്ക് എഴുതും. കണ്ടോ, ഡിവിഷനെ പോസ്റ്റ്-ഫിക്സിലേക്ക് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറിനെ എടുത്ത് വെക്കാം. കാരണം ഇനി ഇരിക്കുന്നത് ചെറിയ ആളാ, മൈനസിന് സ്റ്റാറിനേക്കാളും പ്രസിഡൻസ് കുറവാണ്. അപ്പൊ ഞാൻ സ്റ്റാറിനെ എടുത്ത് ടോപ്പിൽ വെച്ചു. ഇനി അടുത്ത ആരാണ്, ഇനെ എടുത്ത് ഞാൻ എന്ത് ചെയ്യും, പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതും. ഇപ്പൊ പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷൻ ഇപ്പൊ എന്തായി, ABCD, പിന്നെ റേസ് ടുവിനെ ഞാൻ പോപ്പ് ചെയ്തായിരുന്നു, ഡിവിഷനെ ഞാൻ പോപ്പ് ചെയ്തായിരുന്നു, ഇപ്പൊ ഇയും കൂടെ വന്നു. ഇനി നമുക്ക് സ്കാൻ ചെയ്യാൻ എക്സ്പ്രഷൻ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. റീച്ച് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്ങിന്റെ എൻഡിലെത്തി. ഇനി ആരും ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൽ ബാക്കി ഇരിക്കുന്ന ഓരോ ഓപ്പറേറ്റേഴ്സിനെ ഞാൻ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് പോപ്പ് ചെയ്ത് എങ്ങോട്ട് എഴുതണം, പോസ്റ്റ്-ഫിക്സിലേക്ക് എഴുതണം. അപ്പൊ ആദ്യം സ്റ്റാറിനെ പോപ്പ് ചെയ്യണം, അതിനെ എക്സ്പ്രഷനിലേക്ക് എഴുതണം, പിന്നെ മൈനസിനെ പോപ്പ് ചെയ്ത് എക്സ്പ്രഷനിലേക്ക് എഴുതണം. അപ്പൊ സ്റ്റാക്ക് എംപ്റ്റി ആയി കഴിയുമ്പോൾ കൺവേർഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ഇൻഫിക്സിൽ നിന്ന് പോസ്റ്റ്-ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്തത് മനസ്സിലായോ? ഒരേ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എന്തൊക്കെയാണ് കണ്ടീഷൻ, നമ്മള് മനസ്സിലായോ മക്കളെ? എന്താ മൈക്ക് ഓൺ ആക്കിയാരോ? ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെ കേസസ് ആണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എന്താ, നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഓപ്പറാൻഡ് ആണോ ഓപ്പറേറ്റർ ആണോ നോക്കുക. ഓപ്പറാൻഡ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതാം. ഓപ്പറേറ്റർ ആണെങ്കിൽ സ്റ്റാക്കിൽ വെക്കണം. ഓക്കെ, ഓപ്പറേറ്റർ ആണെങ്കിൽ സ്റ്റാക്കിൽ വെക്കണം. എന്നിട്ട് പുതിയൊരു ഓപ്പറേറ്റർ ഇൻസേർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ്, ഓൾറെഡി അവിടെ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഒന്ന്, സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആളുടെ പ്രസിഡൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ആളിന്റെ പ്രസിഡൻസുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ആള് വലിയ ആളാണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാണ് പ്രസിഡൻസ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനേക്കാളും പ്രസിഡൻസ് കുറഞ്ഞ ഒരാളിനെ എടുത്ത് അതിന്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ വന്നാൽ ആരെങ്കിലും കൂടിയ പ്രസിഡൻസ് ഉള്ള ആളിന്റെ മുകളിലാണ് ചെറിയ ആളിനെ വെക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ പോപ്പ് ചെയ്ത് പോസ്റ്റ്-ഫിക്സ് എക്സ്പ്രഷനിലേക്ക് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അയാളെ എടുത്ത് വെക്കാം. ഓക്കെ,
അതാണ് വ്യത്യാസമുള്ളത്. അത് മനസ്സിലായോ? അപ്പൊ അത്രയും കണ്ടീഷൻസ് ആണ് അതിനകത്തുള്ളത്. അതെല്ലാം പറയുന്നതിന് മുമ്പ് സ്കിപ്പ് ചെയ്തു എക്സാമ്പിളിലോട്ട്. എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും വിചാരിച്ച്. Thus, scan all the symbols one by one from left to right. If the reading symbol is an operand, immediately append it to the postfix expression. റീഡിംഗ് സിമ്പിൾ ലെഫ്റ്റ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് വെക്കണം. അത് ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സ്പ്രഷൻ അത് പാരാന്തസിസ് ഇല്ലായിരുന്നു. അതായത് പാരാന്തസിസ് ഉണ്ടെങ്കിൽ, ലെഫ്റ്റ് പാരാന്തസിസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് വെക്കണം എന്നുള്ളത്. പക്ഷെ എന്താ ലെഫ്റ്റ് പാരാന്തസിസ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ഒരു റൈറ്റ് പാരാന്തസിസ് വരുന്നത് അല്ലെങ്കിൽ ക്ലോസിംഗ് പാരാന്തസിസ് വരുന്നത് അതുവരെ സ്റ്റാക്കിൽ വെച്ച് എല്ലാവരെയും പോപ്പ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നാൽ അതിനെ ഞാൻ സ്റ്റാക്കിൽ വെക്കും. പക്ഷെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റാക്കിൽ തൊട്ട് മുന്നേ എവിടെയാണോ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്നത് അതുവരെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് എക്സ്പ്രഷനിലേക്ക് എഴുതി വെക്കണം. ഓക്കെ, പിന്നെ നോക്കേണ്ടത് സിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യാം. പുഷ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് ഈക്വൽ പ്രസിഡൻസ് ആണോ ഹയർ പ്രസിഡൻസ് ആണോ നോക്കുക. ഹയർ പ്രസിഡൻസും ഈക്വൽ പ്രസിഡൻസും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്പറേറ്ററിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് എക്സ്പ്രഷനിലേക്ക് എഴുതാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മോളി വെക്കാം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് തീരുന്നത് വരെ ഇത് ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആണോ? പാരാന്തസിസ് വരുന്ന ഒരു കേസിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് വരുന്നത്. പാരാന്തസിസ് വരുമ്പോൾ, ഓപ്പണിംഗ് പാരാന്തസിസ് വരുമ്പോൾ നമ്മൾ സ്റ്റാക്കിലേക്ക് വെക്കണം. ഇനി എപ്പോഴാണോ ക്ലോസ്ഡ് പാരാന്തസിസ് വരുന്നത് അതുവരെ സ്റ്റാക്കിൽ ആരൊക്കെ ഉണ്ടോ, അതായത് ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് മുന്നേ കിടക്കുന്നത് എവിടെയാണോ സ്റ്റാക്കിൽ അതുവരെയുള്ള എലമെന്റ്സിനെ ടോപ്പിൽ നിന്ന് ഓരോരുത്തരായിട്ട് പോപ്പ് ചെയ്ത് എക്സ്പ്രഷനിലേക്ക് എഴുതണം കേട്ടോ. അതേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ഞാനിപ്പോ പറഞ്ഞു തന്ന എക്സ്പ്രഷൻ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്ന എക്സാമ്പിളിനകത്തും പോപ്പ് ചെയ്യുന്നത് ബ്രാക്കറ്റ് ഉള്ളതില്ല കേട്ടോ. ബ്രാക്കറ്റ് ഉള്ളത് ഞാൻ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. ഡൗട്ട് വല്ലതും വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, 1-2 എക്സാമ്പിൾസ് ചെയ്ത് പഠിച്ചാൽ മതി, അപ്പൊ അതങ്ങ് റെഡിയാവും. അപ്പൊ മെയിൻ ആയിട്ട് ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഓപ്പറേറ്ററിനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ. അപ്പൊ ഇപ്പൊ തന്നെ നോക്കിക്കേ, ഇവിടെ നമ്മള് ഹയർ പ്രയോറിറ്റി ഉള്ള ആരെയായിരുന്നു, ഹയർ പ്രയോറിറ്റി ഉള്ള ഒരു ഓപ്പറേറ്റർ എക്സ്പോണൻഷിയേഷൻ ടോപ്പിൽ ഇരുന്നപ്പം സ്റ്റാറിനെ ഇൻസേർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് എന്ത് ചെയ്തത്, എക്സ്പോണൻഷിയേഷനെ പോപ്പ് ചെയ്ത് എക്സ്പ്രഷനിലേക്ക് എഴുതിയത്. പിന്നെ സ്റ്റാറിനെ ഇൻസേർട്ട് ചെയ്യാൻ പോയപ്പോൾ ടോപ്പിൽ ഡിവിഷനും ഇരിപ്പുണ്ട്. അപ്പൊ അത് 2 സെയിം പ്രയോറിറ്റി ആണെങ്കിൽ പോപ്പ് ചെയ്യണം. എന്നിട്ടാണ് സ്റ്റാറിനെ എടുത്ത് അകത്ത് വെക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ബ്രാക്കറ്റിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇനി ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് വരുന്നതെങ്കിൽ, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇപ്പൊ വരികയാണ്, ഇപ്പൊ ഡി ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരികയാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ബ്രാക്കറ്റിന് തൊട്ട് മുന്നേ ഉള്ളവരെ എല്ലാവരെയും പോപ്പ് ചെയ്ത് എക്സ്പ്രഷനിലേക്ക് എഴുതാം. അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്ക് കേട്ടോ. ഞാൻ ആ എക്സസൈസിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഗ്രൂപ്പിൽ. നിങ്ങൾ ചോദിക്കണേ, ഡൗട്ട് ഉള്ളത് ചോദിച്ചാലേ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സ്റ്റാക്കിന്റെ വർക്കിംഗ്. ഓക്കെ ആണോ? ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സ് വർക്ക് ചെയ്യുന്ന ക്ലിയർ ആണോ? ഇനി ഇത് എക്സാമ്പിൾ കാണിച്ചേക്കുന്നത് പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷൻ ആണ്. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ പഠിച്ചു കാണും. എങ്ങനെയാ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ചെയ്യുന്നത്? നമുക്ക് ഒരു എന്താ ഇതൊരു മെസ്സേജ് വന്ന പോലെ തോന്നിയതാ ഞാൻ. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, ഓക്കെ. അപ്പൊ ഇനി പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷൻ ഉണ്ട്. അപ്പൊ പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സ് ചെയ്ത് എങ്ങനെയാ, ഓപ്പറാൻഡ് വരുമ്പം എക്സ്പ്രഷനിലോട്ട് വെക്കും, ഓപ്പറേറ്റർ വരുമ്പം സ്റ്റാക്കിലേക്ക് വെക്കും. ഇവിടെ നേരെ തിരിച്ച്. ഇവിടെ എന്താ ചെയ്യുന്നത്,
ഓപ്പറാൻഡ് വരുമ്പം സ്റ്റാക്കി വെക്കും, ഓപ്പറേറ്റർ വരുമ്പം സ്റ്റാക്കി എന്നുള്ളവരെ പോപ്പ് ചെയ്യും. നമ്മൾ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ചെയ്യത്തില്ലേ, ഇപ്പം 2+3 എനിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 2 വരുമ്പോ ആദ്യമേ 2നെ റീഡ് ചെയ്യും, 2നെ എടുത്ത് സ്റ്റാക്കി വെക്കും. പിന്നെ പ്ലസ് വരുമ്പം 2+3 എന്ന് പറയുമ്പോൾ ഞാൻ 2 3+ എന്നായിരിക്കുമല്ലോ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. 2+3 എന്ന് പറഞ്ഞാൽ 2 3+ ആവും പോസ്റ്റ് ഫിക്സിൽ. അപ്പൊ ഞാൻ ആദ്യം 2നെ എടുത്ത് വെക്കും, 2നെ എടുത്ത് സ്റ്റാക്കി വെക്കും. 3 വരും, 3നെ എടുത്ത് സ്റ്റാക്കി വെക്കും. പിന്നെ ഒരു പ്ലസ് ഓപ്പറേഷൻ ആണ് വരുന്നത്. പ്ലസ് ഓപ്പറേഷൻ വന്നാൽ എന്ത് ചെയ്യും, പ്രീവിയസ്ലി സ്റ്റാക്കിൽ വെച്ച 2നെയും 3നെയും പോപ്പ് ഔട്ട് ചെയ്തിട്ട് ആ പ്ലസ് ഓപ്പറേഷൻ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് റിസൾട്ട് തിരിച്ച് സ്റ്റാക്കിലേക്ക് വെക്കും. നമ്മൾ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ചെയ്തില്ലേ, അതേ മെത്തേഡാണ് പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷൻ മെത്തേഡ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇൻഫിക്സ് ആക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ABC ഡിവൈഡഡ് ബൈ -AD ബൈ E മൈനസ്, ഇത് കാണുമ്പോഴേ അറിയാം ഇൻഫിക്സ് എക്സ്പ്രഷൻ അല്ല, പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ A എന്ന് പറയുന്നത് ഒരു ഓപ്പറാൻഡ് ആയതുകൊണ്ട് ആദ്യമേ സ്റ്റാക്കി വെച്ചു. അടുത്തത് വരുന്ന ബിയും ഓപ്പറാൻഡ് ആയതുകൊണ്ട് സ്റ്റാക്കിൽ വെച്ചു. അടുത്തത് വരുന്നത് ആരാ, ഒരു സി. അടുത്തത് സി ആണ്. സിയും ഓപ്പറാൻഡ് ആണ്, ഓപ്പറാൻഡ് ആയതുകൊണ്ട് സ്റ്റാക്കിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് വന്നത് ആരാണ്, ഒരു ഡിവിഷൻ ഓപ്പറേഷൻ. ഡിവിഷൻ ഓപ്പറേഷൻ വന്നപ്പോ എന്ത് സംഭവിക്കും, നമ്മൾ പ്രീവിയസ്ലി ഇൻസേർട്ട് ചെയ്തത് ആരൊക്കെയാണ്, സിയും ബിയും. അപ്പൊ സിനെ പോപ്പ് ചെയ്യും, ബിനെയും പോപ്പ് ചെയ്യും, എന്നിട്ട് ആ സിയും ബിയും കൂടെയുള്ള ഓപ്പറേഷൻ അവിടെ ചെയ്യും. B/C എന്നാണ് എഴുതുന്നത്. അതായത് ആദ്യം പോപ്പ് ചെയ്തത് ഡിവൈഡഡ് ബൈ രണ്ടാമത് പോപ്പ് ചെയ്തത്, സോറി തിരിച്ച്, രണ്ടാമത് പോപ്പ് ചെയ്തത് ഡിവൈഡഡ് ബൈ ആദ്യം പോപ്പ് ചെയ്തത്. പോസ്റ്റ് ഫിക്സിൽ അങ്ങനെയല്ലേ, പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങൾ? ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂ. പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ പഠിച്ചാണോ? പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ഞാനിപ്പോ പറഞ്ഞത്, അതായത് 2 3+ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ 2നെയും 3നെയും ഞാൻ സ്റ്റാക്കിലിടും. പ്ലസ് വരുമ്പം 2ഉം 3യും പോപ്പ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, അതാണ് പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ. അതേ കോൺസെപ്റ്റ് ആണ് എന്താ ഈ പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നോ? ഓക്കെ ആണോ? പറയട്ടെ ബാക്കി. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും, എയും ബിയും സിയും ആയിരുന്നു ആദ്യമേ ഇൻസേർട്ട് ചെയ്തത്. അപ്പൊ അടുത്തൊരു ഡിവിഷൻ ഓപ്പറേഷൻ വന്നപ്പോ എന്ത് സംഭവിച്ചു, ലാസ്റ്റ് സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്ത ആരാണ്, ഇപ്പൊ ടോപ്പിൽ ഇരിക്കുന്നത് സി, പിന്നെ ടോപ്പിൽ ഇരിക്കുന്നത് ബി. അപ്പൊ സിയും ബിയും പോപ്പ് ചെയ്യും, എന്നിട്ട് ഓപ്പറാൻഡ് 2 ഓപ്പറേറ്റർ ഓപ്പറാൻഡ് 1 ഈ ഫോമാറ്റിൽ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അപ്പോ ആദ്യം സി പോപ്പ് ചെയ്തു, പിന്നെ ബി പോപ്പ് ചെയ്തു, എന്നിട്ട് B/C ചെയ്തിട്ട് B/C ആയിരിക്കും സ്റ്റാക്കിൽ വെക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പില് ഇപ്പൊ ഇവിടെ വരെ ചെയ്തു. ഇനി ആരാ ഉള്ളത്, ഒരു മൈനസ് ഓപ്പറേഷനാണ്. മൈനസ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഈ B/C പോപ്പ് ചെയ്യും, എനെയും പോപ്പ് ചെയ്യും, എന്നിട്ട് A - B/C ഓപ്പറേഷനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എ വരും, എ വരുമ്പോ വീണ്ടും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. പിന്നെ ഡി വരും, ഡി വരുമ്പോ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. പിന്നെ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ആണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് പുഷ് ചെയ്ത ആരൊക്കെയാ, ഡിയും എയും പോപ്പ് ചെയ്യും, എന്നിട്ട് A/D ചെയ്യും, എന്നിട്ട് അതിനെ സ്റ്റാക്കിലേക്ക് വെക്കും. മനസ്സിലാവുന്നോ? ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇനി എന്ത് ചെയ്യും, അടുത്തത് ആരാണ്, അടുത്ത ഇ ആണ്. ഈ സ്റ്റാക്കിലേക്ക് എടുത്ത് വെക്കും. അടുത്തതൊരു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ആരാണ്, മൈനസ് ആവുമ്പം ലാസ്റ്റ് സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്നത് ഇ, അതിനെ പോപ്പ് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്നത് A/D ആണ്. അപ്പൊ A/D - E ചെയ്യും. അതായത് രണ്ടാമത് പോപ്പ് ചെയ്തത് മൈനസ് ആദ്യം പോപ്പ് ചെയ്തത്, ആ റിസൾട്ട് സ്റ്റാക്കിലേക്ക് തിരിച്ച് പുഷ് ചെയ്യും. അഗെയിൻ എന്ത് ചെയ്യും, അടുത്ത സ്റ്റാർ ഓപ്പറേഷൻ ആണ് വന്നത്. അപ്പൊ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവരെ രണ്ടുപേരെയും പോപ്പ് ചെയ്യുന്നു. A - B/C സ്റ്റാർ A/D - E. അപ്പൊ അത് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്നതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ചെയ്യുന്നത് കേട്ടോ. പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാം, അതേപോലെ ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷനും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കാം കേട്ടോ. അപ്പൊ നാളെ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തരും.
ഞാനിപ്പം PPT ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എക്സസൈസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. തിരിച്ച് പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ, ഇത് രണ്ടും ഒരേ പ്രോസസ് ആണ് ചെയ്യുന്നത്. അതിനും നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്ക് യൂസ് ചെയ്യും. ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷനകത്ത് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷനിൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഫൈനൽ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റാക്കിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരു ആപ്ലിക്കേഷനും കൂടെ പറയുന്നുണ്ട്. എന്താ? സ്ട്രിംഗ് റിവേഴ്സൽ. നമ്മൾ പറഞ്ഞില്ലേ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്നു. സ്ട്രിംഗ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിംഗ് റിവേഴ്സൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് നോക്കിക്കേ, HELLO മൊത്തം 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്താൽ പോപ്പ് ചെയ്തെടുക്കുന്നത് റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രിംഗ് റിവേഴ്സൽ ഈസ് എൻ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്ക്. അല്ലെങ്കിൽ സ്ട്രിംഗ് റിവേഴ്സലിൽ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യാം എഫിഷ്യന്റ് ആയിട്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഹലോ ഇതാണ് എന്റെ ഇൻപുട്ട്. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യും. ഓരോ ക്യാരക്ടറിനെയും വരുമ്പോ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ ആദ്യം എച്ചിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, പിന്നെ ഇനെ പുഷ് ചെയ്തു, പിന്നെ എല്, പിന്നെ O. അപ്പൊ ഇൻപുട്ട് സ്ട്രിങ് തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് പോപ്പിംഗ് ചെയ്യാം. പോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആളിനെ ആദ്യം പോപ്പ് ചെയ്യാം. O ആദ്യം പോപ്പ് ഔട്ട് ആവും, പിന്നെ എല്, പിന്നെ E, പിന്നെ H. അപ്പൊ നേരെ റിവേഴ്സ് ആയി സ്റ്റാക്ക് എംപ്റ്റി ആവും. അപ്പൊ ഇതുപോലെ സ്ട്രിംഗ് റിവേഴ്സലിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റാക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ സ്റ്റാക്കിനകത്ത് നമ്മൾ പറഞ്ഞേ? എന്തൊക്കെ പറഞ്ഞു? സ്റ്റാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. എന്തുവാ? സ്റ്റാക്ക് ലിഫോ സ്ട്രക്ചർ ആണ്. ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ആളായിരിക്കും ആദ്യം ഔട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാക്കിന്റെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ്, സ്റ്റാക്ക് ഓഫ് ചെയർസ്, സ്റ്റാക്ക് ഓഫ് ബോൾസ്, ടെന്നീസ് ബോൾസ്. അപ്പൊ ഇതൊക്കെ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നോർമൽ സ്റ്റാക്ക് നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രിംഗ് റിവേഴ്സലിനും എക്സ്പ്രഷൻ കൺവേർഷനും എക്സ്പ്രഷൻ ഇവാലുവേഷനും ഒക്കെ യൂസ് ചെയ്യും. അതെല്ലാം സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. സ്ട്രിംഗ് റിവേഴ്സല് പിന്നെ വെബ് പേജ് ട്രാവേഴ്സ് ചെയ്യുന്നതിന്, പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ ആക്ടിവേഷൻ റെക്കോർഡ് മാനേജ്മെന്റ്, പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ടവർ ഓഫ് ഹാനോയ് പ്രോബ്ലം. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, കുറെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്ന സ്റ്റാക്കിന്റെ അൽഗരിതം ചോദിക്കപ്പം പുഷ്, പോപ്പ്, പീക്ക്, ഈ 3 കാര്യങ്ങൾ. സ്റ്റാറ്റസ് ഓഫ് സ്റ്റാക്ക്, അത് അത്രയും ഭയങ്കര സിമ്പിൾ അൽഗരിതംസ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റാക്ക് ഫുൾ ആവുന്ന കണ്ടീഷനും സ്റ്റാക്ക് എംപ്റ്റി ആവുന്ന കണ്ടീഷനും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ കണ്ടീഷൻ. പിന്നെ ഉള്ളത് ആപ്ലിക്കേഷൻസിലോട്ടാണ് നമ്മൾ പോയത്. ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ, അത് മസ്റ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് കാണും. എക്സ്പ്രഷൻ കൺവേർഷൻ, അപ്പൊ നിങ്ങൾ അത് എന്തായാലും പഠിച്ചിരിക്കുക. സ്റ്റാക്കിലേക്ക് ഓരോന്നിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്ററിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ഓപ്പറേറ്ററിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ആണെങ്കിൽ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് പുഷ് ചെയ്യാം. ക്ലോസിംഗ് ബ്രാക്കറ്റ് വരുവാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാക്കിൽ എവിടെയാണോ ഇരിക്കുന്നത് അതുവരെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും പോപ്പ് ഔട്ട് ചെയ്ത് എക്സ്പ്രഷനിലേക്ക് എഴുതാം. ഓപ്പറാൻഡ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രഷനിലേക്ക് വെക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞത് ഈ എന്താ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് ഫിക്സ് ടു ഇൻഫിക്സ് കൺവേർഷൻ. ഇതിന് രണ്ടിനും നമ്മൾ സ്റ്റാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓപ്പറാൻഡ് വരുമ്പോൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓപ്പറേറ്റർ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഓപ്പറേറ്റർ ഒക്കർ ചെയ്യുമ്പോൾ പ്രീവിയസ്ലി ഇൻസേർട്ട് ചെയ്ത് 2 ഓപ്പറാൻഡിനെ പോപ്പ് ഔട്ട് ചെയ്തിട്ട് രണ്ടാമത് പോപ്പ് ഔട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ ആദ്യം പോപ്പ് ഔട്ട് ചെയ്യുന്നത്, ആ രീതിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ച് സ്റ്റാക്കിലേക്ക് തന്നെ റിസൾട്ട് പുഷ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഓപ്പറേഷൻ ചെയ്ത റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയാണ് സ്റ്റാക്കിനകത്ത് വരുന്നത്. ക്ലിയർ ആണോ? സ്റ്റാക്ക് ഓക്കെ ആണോ? സ്റ്റാക്ക്, ഓപ്പറേഷൻസ്, ആപ്ലിക്കേഷൻസ്, അത്രേ പറഞ്ഞുള്ളൂ. ഇതൊക്കെയാ പറഞ്ഞത്? സ്റ്റാക്ക് എന്താന്ന് പറഞ്ഞു, വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, ഓപ്പറേഷൻസ് ഓഫ് സ്റ്റാക്കും പറഞ്ഞു, ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്കും പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ മൾട്ടി സ്റ്റാക്ക് കൂടെ പറയാം. മൾട്ടി സ്റ്റാക്ക് കുഞ്ഞൊരു പോർഷനാ, ഇച്ചിരി ഉള്ളൂ. അതായത്
മൾട്ടിപ്പിൾ സ്റ്റാക്കിനെ നമുക്ക് എങ്ങനെ ഒരു അറയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും? ഓക്കെ, മൾട്ടി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതായത് എഫിഷ്യൻസി, അതായത് മെമ്മറി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യത്തില്ല, എന്നാലും ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു അറയേ ഉള്ളൂ, പക്ഷെ എനിക്ക് 3 സ്റ്റാക്കിനെ സ്റ്റോർ ചെയ്യണം. പക്ഷെ എന്റെ അറയുടെ സൈസ് എന്താ, ആ 3 സ്റ്റാക്കിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു അറയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഈ അറയിലെ റീജിയൻ ബൈ റീജിയൻ ആക്കി തിരിച്ചിട്ട് ഓരോ സ്റ്റാക്കിനെ ഓരോ റീജിയണിൽ കൊണ്ടിടും. ഈ മൾട്ടി സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്ത് ഉണ്ട്, അത്ര നമ്മൾ അത്ര സ്ട്രെസ് ചെയ്ത് നമ്മൾ നോക്കത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയാൻ, എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് പഠിപ്പിച്ചില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന് തോന്നി. പക്ഷെ നമ്മൾ എപ്പോഴാണ് അതിന്റെ ആവശ്യകത വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ മെമ്മറി എഫിഷ്യൻസി ഒക്കെ നോക്കി ചെയ്യുന്ന കേസസിലാണ് നമുക്ക് ഈ മൾട്ടി സ്റ്റാക്കിന്റെ ആവശ്യം വരുന്നത്. കാരണം എന്താ, നമുക്കിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു സിംഗിൾ അറേ മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അറയുടെ സൈസ് 10 ആണ്, പക്ഷെ എന്റെ കയ്യില് 5 സൈസുള്ള ഒരു സ്റ്റാക്ക് ഉണ്ട്, 3 സൈസുള്ള ഒരു സ്റ്റാക്ക് ഉണ്ട്, 1 സൈസുള്ള ഒരു സ്റ്റാക്ക് ഉണ്ട്. അപ്പൊ ഈ 3 സ്റ്റാക്കിനെയും കൂടെ ഞാൻ 3 അറയിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒറ്റ അറയിൽ ഈ 10 സൈസുള്ള ഒരു സിംഗിൾ അറയിൽ 3 സ്റ്റാക്കിനെ ഞാൻ സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത്രയും അറേ ഡിക്ലറേഷന്റെ ആവശ്യകത വരുന്നില്ല, മെമ്മറി അത്രയും സ്പേസും ടൈമും കുറച്ച് മതി. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മൾട്ടി സ്റ്റാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഇതാ മൾട്ടി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് മൾട്ടിപ്പിൾ സ്റ്റാക്സ് ഇൻ വൺ അറേ. മൾട്ടിപ്പിൾ സ്റ്റാക്കിനെ ഒരു അറയിൽ സ്റ്റോർ ചെയ്യാം. മൾട്ടിപ്പിൾ അറേസ്, ഓരോ സ്റ്റാക്കിനും ഓരോ അറേസ് യൂസ് ചെയ്യാതെ ഒരു അറയിൽ തന്നെ, അല്ലെങ്കിൽ ഡൈനമിക്കലി യൂസ് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. ഡൈനാമിക് അലോക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ വൺസ് നമുക്ക് ഒരു അറയുടെ ഡിസഡ്വാൻറ്റേജ് എന്താ, അറേ സ്റ്റാറ്റിക്. അപ്പൊ നമ്മൾ വൺസ് അറയുടെ സൈസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അറയുടെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റിക് ഡേറ്റ ടൈപ്പ് ആണ് അറേ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അറേനെ ഡൈനമിക് ആക്കി മാറ്റാം ഈ ഒരു മൾട്ടി സ്റ്റാക്കിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഡൈനമിക് അലോക്കേഷൻ പറ്റും എന്നാണ് പറയുന്നത് മൾട്ടി സ്റ്റാക്കിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. എഫിഷ്യന്റ് മെമ്മറി യൂസേജ്, അതായത് മൾട്ടിപ്പിൾ അറേസ് ഡിക്ലെയർ ചെയ്യാതെ, അലോക്കേറ്റ് ചെയ്യാതെ ഒരു സിംഗിൾ അറയിൽ തന്നെ നമുക്ക് മെമ്മറി വേസ്റ്റേജ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് സ്കെയിലബിൾ ഡിസൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈനമിക് ആയിട്ടുള്ള രീതിയിൽ, ഡൈനമിക് അറേ ആയിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ സ്റ്റാക്സ് ഉണ്ടെങ്കിൽ അതൊരു ഡൈനമിക് അറേ ആയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒപ്റ്റിമൈസ്ഡ് ഫോർ സ്പേസ്, അതായത് മെമ്മറി ഓവർഫ്ലോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അറേയുടെ സൈസ് ഫിക്സ്ഡ് ആണല്ലേ. അപ്പൊ വൺസ് അറേ സൈസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു ഡേറ്റയും കൂടെ സ്റ്റോർ ചെയ്ത് ആ മെമ്മറി ഓവർഫ്ലോ ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം. സ്പേസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും ഒക്കെ ഈ മൾട്ടി സ്റ്റാക്കിന്റെ യൂസേജ് കൊണ്ട് പറ്റും. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ സാധാരണ സ്റ്റാക്കിൽ ചെയ്യുന്ന പോലെ പുഷ്, പോപ്പ്, ഡിസ്പ്ലേ എല്ലാം ഉണ്ട്. പക്ഷെ പുഷ് ചെയ്യുമ്പോൾ ഏതോ സെലക്ടഡ് സ്റ്റാക്കിലേക്കാണ് പുഷ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് റീജിയൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ സെലക്ടഡ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. പിന്നെ സെലക്ടഡ് സ്റ്റാക്കിൽ നിന്ന്, സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് ഒരു വാല്യൂവിനെ പോപ്പ് ചെയ്യുക. പിന്നെ സെലക്ടഡ് സ്റ്റാക്കിന്റെ എലമെന്റ്സിനെ ഷോ ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി പറയുന്നത്, ടൈം കോംപ്ലക്സിറ്റി നിങ്ങൾ ഇന്നലെ പഠിച്ചല്ലേ, ഒരു ഐറ്റത്തിനെ പുഷ് ചെയ്യാൻ നമുക്ക് കോൺസ്റ്റന്റ് ടൈം മതി, ഒരു ടൈം മതി അല്ലെ. അതേപോലെ ഒരു ഐറ്റത്തിനെ പോപ്പ് ചെയ്യാനും ഒരു ടൈം മതി. പക്ഷെ ഡിസ്പ്ലേ ചെയ്യാൻ എന്റെ കയ്യിൽ n എലമെന്റ്സ് എന്റെ സ്റ്റാക്കിൽ ഉണ്ടെങ്കിൽ ആ n എലമെന്റ്സിനെ നോക്കി ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഓർഡർ ഓഫ് സൈസ്, മാക്സിമം സൈസ് എത്രയാണോ ആ സൈസ് ആയിരിക്കും എന്ത്, അറേയുടെ സൈസ്, സ്റ്റാക്കിന്റെ സൈസ് എത്രയാണോ അത്രയും. ഇപ്പൊ n ആണ് സ്റ്റാക്കിന്റെ സൈസ് എങ്കിൽ n എലമെന്റ്സിനെ ഞാൻ നോക്കി പോകണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എലമെന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ, അല്ലെങ്കിൽ ഷോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഷോയുടെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് മാക്സിമം സൈസും എന്നും, പുഷിനും പോപ്പിനും ഒക്കെ ഓർഡർ ഓഫ് 1 ടൈമും മതി. സ്പേസ് കോംപ്ലക്സിറ്റി എത്ര വരും, നമ്മളിപ്പം n എലമെന്റ്സ് ഉള്ള ഒരു അറേ ആണെന്നുണ്ടെങ്കിൽ ആ n ആയിരിക്കും എത്രയാണോ സൈസ്, ആ മാക്സിമം സൈസ് ആയിരിക്കും അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇംപ്ലിമെന്റേഷൻ ഓഫ് 2 സ്റ്റാക്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് ചുമ്മാ ഒന്ന് റെപ്രസെന്റ് ചെയ്തേക്കാണ്. 2 സ്റ്റാക്ക് എയും സ്റ്റാക്ക് ബിയും. സ്റ്റാക്ക് എ ഓഫ് സൈസ് 5, അപ്പൊ 5 ലൊക്കേഷനുള്ള ഒരു അറേ ഞാൻ എടുക്കേണ്ടി വരും. സ്റ്റാക്ക് ബി ഓഫ് 5നും 5 ലൊക്കേഷനുള്ള ഒരു അറേ എടുക്കേണ്ടി വരും. 2 അറേ എടുക്കുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്യും, ഒരു സിംഗിൾ അറേ ഓഫ് സൈസ് 10 ഡിക്ലെയർ ചെയ്യും.
ഓക്കെ, എന്നിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാക്കിനെ 1 മുതൽ 5 വരെയുള്ള ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് സ്റ്റാക്കിനെ 10 മുതൽ ഇങ്ങോട്ട് 6 വരെയുള്ള ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതായത് ആദ്യത്തെ ടോപ്പ് എടുത്ത് ഫസ്റ്റ് സ്റ്റാക്കിന്റെ ടോപ്പ് 1ലേക്ക് ഇൻസേർട്ട് ചെയ്യും, ടോപ്പ് ഇങ്ങോട്ട് ഇൻക്രിമെന്റ് ചെയ്യും, സെക്കൻഡിൽ വെക്കും. അങ്ങനെ 5 വരെ ഫസ്റ്റ് സ്റ്റാക്കിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് സ്റ്റാക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ടോപ്പ് 2 10 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഞാൻ 1, അവിടുത്തെ 1 2 3 അങ്ങനെ ഞാൻ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, എവിടെ വരുമ്പോ തീരും? 2 ടോപ്പും അഡ്ജസ്റ്റന്റ് ആവുമ്പോ എന്ത് ചെയ്യും? നമ്മള് പുഷ് ചെയ്യുന്ന ഓപ്പറേഷൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം? അതായത് ഒരു സിംഗിൾ അറേയിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ സ്റ്റാക്കിനെ സ്റ്റോർ ചെയ്യാം. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നാ പറഞ്ഞ്? നമുക്ക് മെമ്മറി എഫിഷ്യൻസി കൂട്ടാന്, അതേപോലെ തന്നെ സ്കെയിലബിൾ ഡിസൈൻ ഉണ്ടാക്കാന്, ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഡൈനമിക് അലോക്കേഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മൾട്ടി സ്റ്റാക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ മൾട്ടി സ്റ്റാക്കിന്റെ കോൺസെപ്റ്റ്. സ്റ്റാക്കും മൾട്ടി സ്റ്റാക്കും രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? അപ്പൊ സ്റ്റാക്കിനകത്തുനിന്ന് നല്ലതായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റാക്കിന്റെ അൽഗോരിതം ചോദിക്കാം, പിന്നെ സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാനോ എങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ ചോദിക്കാം കേട്ടോ. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഇട്ട് തരാം ഗ്രൂപ്പിനകത്ത്. അതായത് ഇപ്പം സ്റ്റാക്കിലേക്ക് പുഷ് പോപ്പ് കുറെ ഓപ്പറേഷൻസ് തന്നിട്ട് ലാസ്റ്റ് സ്റ്റാക്കിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ സ്റ്റാക്കിന്റെ സൈസ് 5 ആണ്, 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം 1 ഇൻസേർട്ട് ചെയ്തു, പിന്നെ 2 ഇൻസേർട്ട് ചെയ്തു, പിന്നെ പോപ്പ് ചെയ്തു, പിന്നെ അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ കുറെ ഓപ്പറേഷൻസ് തന്നേക്കും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എഴുതാൻ പറയാം. അപ്പൊ നിങ്ങൾ ഓരോന്നും ഇൻസേർട്ട് ചെയ്യാൻ പറയുമ്പോൾ പുഷ് ചെയ്യുക, പോപ്പ് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് ഒരെണ്ണം പോപ്പ് ചെയ്യുക. അങ്ങനെ ഓരോന്നും ഒരു ബോക്സ് വരച്ച് ചെയ്ത് കാണിച്ചാൽ മതി, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടേക്കാം കേട്ടോ. ഞാൻ ചെയ്ത് കിടപ്പുണ്ട് എന്റെ കയ്യിൽ, ഞാൻ അത് അയച്ചു തരാം. അപ്പോൾ സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സ്റ്റാക്കിൽ നിന്ന് ചോദിക്കാനുള്ളത് സ്റ്റാക്കിന്റെ അൽഗോരിതം, പുഷും പോപ്പും പീക്കും, പിന്നെ സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റാക്ക് അത് ചോദിക്കാം. പിന്നെന്താ നമ്മൾ പഠിച്ചത്? സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ് വൈവയ്ക്കൊക്കെ ചോദിക്കാം, ആപ്ലിക്കേഷൻ ചോദിക്കാം, സ്റ്റാക്ക് എം ടി ആവുന്ന കണ്ടീഷൻ, ഫുൾ ആവുന്ന കണ്ടീഷൻ, ഇതൊക്കെ വൈവയ്ക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻസ് ചോദിക്കാം. അപ്പൊ അതിനകത്ത് സ്ട്രിംഗ് റിവേഴ്സൽ വെച്ചിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാൻ പറയാൻ അങ്ങനെ ചോദിക്കാം. അപ്പൊ സ്റ്റാക്ക് യൂസ് ചെയ്ത് സ്ട്രിംഗ് റിവേഴ്സ് ചെയ്ത് ഒരു എക്സാമ്പിളും കാണിച്ചാൽ നമ്മളിപ്പോ ഹലോയുടെ എക്സാമ്പിൾ കണ്ട പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാനായിരിക്കും ചിലപ്പോൾ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാക്കിന്റെ അൽഗോരിതം എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഉള്ളത് അത്രേ അതിനകത്ത് ചോദിക്കാനുള്ളൂ. മൾട്ടി സ്റ്റാക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. മൾട്ടി സ്റ്റാക്കിന്റെ യൂസേജോ അല്ല അഡ്വാൻറ്റേജോ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ സ്റ്റാക്കിനകത്ത്. പിന്നെ ഈ ഇൻഫിക്സ്ഡ് പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ ഉറപ്പായിട്ടും ചോദിക്കും. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോണേ. സ്റ്റാക്കിലേക്ക് 2-3 എക്സാമ്പിൾസ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആദ്യം 28 പേരുണ്ടായിരുന്നു, ഇപ്പൊ 20 പേരേ ഉള്ളൂ. ക്ലാസ് ബോറായോണ്ട് ഇറങ്ങിപ്പോയതാണോ? എല്ലാരും സൺഡേ ആയിട്ട് തിരക്കായിരിക്കും അല്ലയോ? നാളെയൊക്കെ ആള് കാണുമായിരിക്കും. എന്തായാലും നമ്മൾ ഇന്ന് 2 സെഷൻസിൽ പോളിനോമിയൽ പഠിച്ചു, പോളിനോമിയൽ റെപ്രസെന്റേഷൻ, പോളിനോമിയൽ അഡീഷൻ പഠിച്ചു, സ്പാർസ് മെട്രിക്സ് പഠിച്ചു, സ്പാർസിന്റെ മെട്രിക്സിന്റെ ടപ്പിൾ ഫോമാറ്റ് ആക്കുന്നതും അത് തമ്മിലുള്ള അഡീഷനും പഠിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ മൾട്ടി സ്റ്റാക്ക്, ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇനിയുള്ള സെഷൻസ് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. ഈ സെഷനിൽ കയറിയവരാരും ഫെയിൽ ആവാതിരിക്കട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ് ആവാൻ പറ്റട്ടെ ഞാനും പ്രാർത്ഥിക്കാം. ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. എൻ്റെ അടുത്ത് ഇന്നലെയാണ് പറയുന്നത് സെഷൻ എടുക്കണം, ഷോർട്ട് നോട്ടീസിൽ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല ശരിക്കും വന്ന് ക്ലാസ് എടുത്തത്. പിന്നെ ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല. പിന്നെ PPT ഒക്കെ തട്ടിക്കൂട്ടി
പെട്ടെന്ന് ചെയ്യായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കേട്ടോ. ഓക്കെ. റിയലി താങ്ക്സ് മിസ്. സത്യം പറഞ്ഞ റിയലി സോറി ആദ്യം, കാരണം ഇത്രയും ഷോർട്ട് ടൈമിൽ കോണ്ടാക്ട് ചെയ്തതിന്. റിയലി അല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി ഭയങ്കര എഫക്റ്റീവ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ആയിരുന്നു. ചെയ്യായിരുന്നു. അത് നമ്മുടെ ലാബ് അല്ല, എക്സാംസ് കയറി വന്നില്ലേ, ലാസ്റ്റ് വീക്കിൽ എന്റെ ലാബ് അതാ. എക്സാംസ് 2 സ്കെഡ്യൂൾഡ് ആയി പോയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത്രയും ലാഗ് വന്നത്. ലിറ്ററലി November 1 ഫാക്കൽറ്റി ആരാന്ന് എനിക്ക് October 31 നൈറ്റിന് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. ഇതായിരുന്നു എന്റെ അവസ്ഥ. അവിടുന്ന് പിന്നെ November 1 ശാരിക മിസ് കൺസെന്റ് തന്നു. അത് കഴിഞ്ഞ് November 1 ഓക്കെ സെറ്റ് പോസ്റ്റർ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് November 2 ആയി. 2 ആയപ്പോഴും November 1 അന്ന് രാത്രിയാണ് മിസ്സിന്റെ കൺഫർമേഷൻ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോസ്റ്റർ റിലീസ്. ബട്ട് 3 to 10 ഓൾറെഡി ഫിക്സ് ആക്കി അവർ ബാക്കിയെല്ലാം പറഞ്ഞു. ബട്ട് 1st 2 ആരും ചെയ്തായിരുന്നു. കൺസെന്റ് തന്നില്ല. അതാണ് പ്രശ്നം. ഓ, റിയലി താങ്ക്സ് മിസ്. താങ്ക് യു. ഓക്കെ. എന്തായാലും നിങ്ങൾ ഇത്രയും നല്ലൊരു എഫേർട്ട് ഇടുന്നതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. നമ്മുടെ കോളേജിൽ മ്യൂളറിൽ ആക്റ്റീവായിട്ട് സലാഹുദ്ദീൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ എഫേർട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതാണ് പിന്നെ ചോദിച്ചപ്പോ എനിക്ക് നോ പറയാൻ പറ്റാഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ട് പറ്റട്ടെ. ഈ 10 ദിവസത്തെ സെഷൻ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം, നന്നായിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്സേ. ഓക്കെ, ബൈ. നാളെ വൈവയൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യട്ടോ അരവിന്ദ്. ഓ, അവൻ ടെൻഷൻ അടിച്ചിരിക്കുവാ നാളത്തെ പരീക്ഷയുടെ കാര്യം ഓർത്തല്ലേ. ഓക്കെ. ശരി മക്കളെ. ഓക്കെ എന്നാ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. റെക്കോർഡിംഗ് ഓഫ് ആക്കാം.